Good morning, students. We are going to discuss about the topic hormonal control of sex determination. So, the mechanism by which sex is established is termed as sex determination. So, what is sex determination? Sex determination is the mechanism by which the sex is established. A large number of cases are known where sex is modified due to hormones secreted from sex organs. And the three classical examples of hormonal control of sex are sex in Bonilia, the Crew's hen, and the Free Martin. So the sex determination is the mechanism by which the sex is established. And we have to study mainly three classical examples of hormonal control of sex. That is sex in Bonilia, Crew's hen, and Free Martin. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഹോർമോൺസ് സെക്സ് ഡിറ്റർമിനേഷനിൽ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ ഹൗ ഹോർമോൺസ് ഇൻഫ്ലുവൻസ് സെക്സ് ഡിറ്റർമിനേഷൻ. അപ്പോൾ എങ്ങനെ ഹോർമോൺസ് സെക്സ് ഡിറ്റർമിനേഷനിൽ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നു എന്ന് നോക്കാം. അപ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് സെക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന മെക്കാനിസത്തിനെയാണ് നമ്മൾ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. അതായത് സെക്സ് എന്ന് പറഞ്ഞാൽ ഐദർ ഫീമെയിൽ ആയിരിക്കും അല്ലെങ്കിൽ ഫീമെയിൽ ആയിരിക്കും. അപ്പോൾ ആ സെക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന മെക്കാനിസത്തിനെയാണ് നമ്മൾ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ കേസസ് ഉണ്ട്. അതായത് ഈ ഹോർമോൺസ് സെക്സ് ഡിറ്റർമിനേഷനിൽ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്ന കുറേ കേസസ് ഉണ്ട്. ഇതിൽ 3 ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമതാണ് സെക്സ് ഇൻ ബൊണീലിയ, രണ്ടാമത്തത് ക്രൂസ് ഹെൻ, മൂന്നാമത്തത് ഫ്രീ മാർട്ടിൻ. ഇപ്പോൾ ഹോർമോണിൻ്റെ റോള് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ. അപ്പോൾ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന മെക്കാനിക്സാണ് നമ്മൾ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ കേസസ് ഉണ്ട് സെക്സ് ഡിറ്റർമിനേഷനിൽ ഹോർമോൺ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൽ 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തേതാണ് സെക്സ് ഇൻ ബൊണീലിയ. സോ ഇൻ ബൊണീലിയ വെർഡിസ് വിച്ച് ഇസ് എ മെറൈൻ worm, all larvae are genetically and cytologically similar. That is, they are intersex. That is, in this worm, the male individuals live in the uterus of the female. In a particular larvae settles, if a particular larvae settles near the proboscis of an adult female, it becomes male individual and lives in the uterus of the female. On the other hand, if it has developed free in water, it becomes a female. Similarly, if a partially developed male is detached from the proboscis, it becomes intersex, and obviously the proboscis secretes a substance suppressing femaleness. So you know what is Bonilia. Bonilia viridis is a marine worm, and the larvae of the Bonilia viridis is similar genetically and cytologically. So in the case of Bonilia, the male individuals lives in the uterus of the females, and if the Bonilia larvae settles near the proboscis of an adult female, it develops into a male individual and it lives in the uterus of the female. But some Bonilia larvae live freely in the water without attaching to the male, and they becomes female. Similarly, if a partially developed male detached from the proboscis, it becomes an intersex. So the main important factor that determines the sex is the hormone secreted by the proboscis of the larvae, which suppress the femaleness, and it promotes the development of male characters. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിളാണ് സെക്സ് ഇൻ ബൊണീലിയ. അപ്പോൾ ബൊണീലിയ എന്ന് പറയുന്നത് ഒരു മെറൈൻ വേമാണ്. അപ്പം ബൊണീലിയൻ്റെ ലാർവയാണ് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾക്കറിയാം വേംസിന് ലാർവയാണ് ഉണ്ടാകുക കുട്ടികളായിട്ട്. അപ്പോൾ ഈ ലാർവ എല്ലാം സൈറ്റോളജിക്കലി ആൻഡ് ജെനറ്റിക്കലി സിമിലറാണ്. അതായത് ഈ ലാർവയൊക്കെ ഒരേപോലെയാണ് ഉണ്ടാകുക. ഇപ്പോൾ ബൊണീലിയ വെറിഡിസിൻ്റെ എല്ലാ ലാർവയും ഒരേപോലെയാണ് ഉണ്ടാകുക. അപ്പോൾ അവർ സൈറ്റോളജിക്കലി ആൻഡ് ജെനറ്റിക്കലി സിമിലറാണ്. അപ്പം മെയിൽ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ആ മെയിൽ ഇൻഡിവിജ്വൽ എങ്ങനെയാണ്? ഫീമെയിലിൻ്റെ യൂട്രസിൻ്റെ ഉള്ളിലാണ് മെയിൽ ഇൻഡിവിജ്വൽസ് ജീവിക്കുന്നത്. അപ്പം ഫീമെയിൽസിൻ്റെ യൂട്രസിൻ്റെ ഉള്ളിലാണ് മെയിൽ വേംസ് ജീവിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഫീമെയിലിൻ്റെ യൂട്രസിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു ലാർവേ ഉണ്ടായി കഴിഞ്ഞിട്ട് ആ ലാർവേ
ഫീമെയിലിൻ്റെ പ്രൊബോസിസിൻ്റെ അടുത്ത് പോയി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മെയിലായിട്ട് ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് ആ മെയിൽ ഇൻഡിവിജ്വൽ ഫീമെയിലിൻ്റെ യൂട്രസിൻ്റെ ഉള്ളിൽ ജീവിക്കും. പക്ഷേ ചില സമയങ്ങളിൽ ലാർവയെ ഫീമെയിലിൻ്റെ പ്രൊബോസിസിനോട് പോയി അറ്റാച്ച് ചെയ്യാതെ ഫ്രീ ആയിട്ട് വാട്ടറിൽ ജീവിക്കും. അപ്പം അങ്ങനെ ഫ്രീ ആയിട്ട് ജീവിക്കുന്ന ലാർവ എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും? ഫീമെയിലായിട്ട് ഡെവലപ്പ് ചെയ്യും. ചില സമയങ്ങളിൽ ഈ ഫീമെയിലിൻ്റെ പ്രൊബോസിസിനോട് അറ്റാച്ച് ചെയ്ത ലാർവയെ മെയിലായിട്ടാണ് ഡെവലപ്പ് ചെയ്യുക. പക്ഷേ ആ മെയിലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആ പ്രൊബോസിസിൽ നിന്ന് അത് ഡിറ്റാച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ഇൻ്റർസെക്സ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുക. അപ്പം നിങ്ങൾക്കറിയാം ഫീമെയിലിൻ്റെ പ്രൊബോസിസിനോട് അറ്റാച്ച് ചെയ്ത് വളരുന്ന ലാർവയൊക്കെ മെയിലായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പ്രൊബോസിസ് ഒരു സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യും, അത് ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ സപ്രസ് ചെയ്യും. അപ്പോഴാണ് ആ ലാർവ മെയിലായിട്ട് മാറുന്നത്. അപ്പം ഒന്നുകൂടി പറയാം. ഇപ്പോൾ ബൊണീലിയൻ എന്ന് പറയുന്നത് ഒരു മെറൈൻ വേമാണ്. അപ്പോൾ ആ മെറൈൻ വേമിൻ്റെ കുട്ടികൾ ലാർവേൻ്റെ ഫോമിലാണ് ഉണ്ടാകുക. ഈ ലാർവകളൊക്കെ സൈറ്റോളജിക്കലിയും ജെനറ്റിക്കലി സിമിലർ ആണ്. അപ്പം ബൊണീലിയൻ്റെ കേസിൽ ഈ മെയിൽ ഇൻഡിവിജ്വൽ എപ്പോഴും ഫീമെയിലിൻ്റെ യൂട്രസിൻ്റെ ഉള്ളിലാണ് വളരുന്നത്. പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ലാർവയെ പോയിട്ട് ഫീമെയിലിൻ്റെ പ്രൊബോസിസിനോട് പോയി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ലാർവയെ മെയിലായിട്ട് ഡെവലപ്പ് ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പ്രൊബോസിസ് ഒരു സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യും, ഹോർമോൺ പോലത്തെ ഒരു സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യും. അത് ഫീമെയിൽ ക്യാരക്ടേഴ്സ് സപ്രസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രൊബോസിസിനോട് അറ്റാച്ച് ചെയ്യുന്ന ലാർവ മെയിലായിട്ടാണ് ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ ചില ലാർവ എന്ത് ചെയ്യുന്നുണ്ടാവും? പ്രൊബോസിസിനോട് അറ്റാച്ച് ചെയ്യാതെ വാട്ടറിൽ ഫ്രീ ആയിട്ട് ലിവ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ വാട്ടറിൽ ഫ്രീ ആയിട്ട് ലിവ് ചെയ്യുന്നത്, അതായത് പ്രൊബോസിസിനോട് അറ്റാച്ച് ചെയ്യാതെ വാട്ടറിൽ ഫ്രീ ആയിട്ട് ലിവ് ചെയ്യുന്ന ലാർവയൊക്കെ ഫീമെയിൽസ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുക. അടുത്തതാണ് ക്രൂസ് ഹെൻ. സോ എ കേസ് ഓഫ് കംപ്ലീറ്റ് സെക്സ് റിവേഴ്സൽ വാസ് റിപ്പോർട്ടഡ് ബൈ 1923 by Crew when a fertile fowl or hen which had already produced offspring changed over to a fully fertile male or cock. This results due to a damaged ovary in the female, and it is believed that ovary in females secrete a female suppressing hormone. Therefore, in the absence of ovary, testis could develop. A Crew's hen was invented by a person known as Crew in 1923. So he observed that there was a fertile female hen which already produced offsprings, but it changed into a fully fertile cock or female or male, and this is due to the damage in the ovary of the female, and the damaged ovary start to secrete a hormone which suppresses the female character. Therefore, in the absence of ovary, the testis develop and the hen is converted into a cock. ഇപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിളാണ് ക്രൂസ് ഹെൻ. അപ്പോൾ ക്രൂസ് ഹെൻ എന്ന് പറയുന്നത് ഒരു ഹെൻ എന്ന് വെച്ചാൽ കോഴി. അപ്പോൾ ഈ ക്രൂസ് ഹെന്ന് കണ്ടുപിടിച്ചത് ക്രൂ ആണ് ഇൻ 1923. അപ്പോൾ ആദ്യം ഈ കോഴി എന്തായിരുന്നു? പെടക്കോഴിയായിരുന്നു. ഈ കോഴി പെടക്കോഴിയായിരുന്നു. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി മാറി ആ പെടക്കോഴി പൂവൻ കോഴിയായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പെടക്കോഴി പൂവൻ കോഴിയായിട്ട് മാറുന്നത്? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പെടക്കോഴിയുടെ ഓവറിയിൽ ഡാമേജ് ഉണ്ടാവും. അപ്പോൾ ഈ ഡാമേജ് ആയിട്ടുള്ള ഓവറി ഒരു ഫീമെയിൽ സപ്രസിങ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. അതായത് ഫീമെയിൽ ക്യാരക്ടേഴ്സ് സപ്രസ് ചെയ്യുന്ന ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് സപ്രസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓവറി ഇല്ലാതെയാവും. അതിന് പകരം ടെസ്റ്റിസ് ഡെവലപ്പ് ചെയ്തിട്ട് ആ പെടക്കോഴി പൂവൻ കോഴിയായിട്ട് മാറും. ഇപ്പോൾ ക്രൂസ് ഹെൻ എന്ന് പറയുന്നത് ഒരു ഹെന്നാണ്. ഇത് കണ്ടുപിടിച്ചത് ക്രൂ ആണ്. അപ്പം ആദ്യം ഈ കോഴി പെടക്കോഴിയായിരുന്നു. അതായത് അത് മുട്ടയൊക്കെ ഇടുന്ന ഒരു പെടക്കോഴിയായിരുന്നു. പക്ഷേ ഓവറിയിൽ ഉണ്ടാകുന്ന ഡാമേജ് കാരണം ഓവറി ഒരു ഫീമെയിൽ സപ്രസിങ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ പെടക്കോഴി പൂവൻ കോഴിയായിട്ട് മാറി. Last one is the free martin. In cattle, when twins are produced, one of them being male and other female, female is sterile and male is normal. So this is known as free martin after the worker who discovered this, and it is produced only when there is a vascular connection between the male and female embryo, and the hormone produced by the male calf suppress the development of ovary in female. അപ്പോൾ ഫ്രീ മാർട്ടിൻ എന്ന് പറയുന്നത്
ഒരു ടൈപ്പ് ഓഫ് കാറ്റിലാണ്. അപ്പോൾ ഈ കാറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്വിൻസ് ആണ്. അപ്പോൾ ചില സമയത്ത് കാറ്റിൽസ് ട്വിൻസ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ ട്വിൻസിൻ്റെ ഒരു കാഫ് മെയിലും ഒരു കാഫ് ഫീമെയിലും ആകുമ്പോഴാണ് ഈ ഫ്രീ മാർട്ടിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫീമെയിൽ കാഫ് സ്റ്റെറൈലായിരിക്കും, മെയിൽ ഫെർട്ടൈലായിരിക്കും. അപ്പോൾ ഇതിനെയാണ് ഫ്രീ മാർട്ടിൻ എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചത് ഒരു വർക്കറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഈ ഫ്രീ മാർട്ടിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ മെയിൽ കാഫും ഫീമെയിൽ കാഫും തമ്മിൽ ഒരു വാസ്കുലർ കണക്ഷൻ വേണം. അതായത് അവർ തമ്മിൽ ബ്ലഡ് വെസൽ വെച്ച് കണക്ട് ചെയ്യുമ്പോഴാണ് ഈ ഫ്രീ മാർട്ടിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഈ മെയിൽ കാഫ് ഒരു ഫീമെയിൽ സപ്രസിങ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. അത് ഫീമെയിൽസിലുള്ള ഓവറിൻ്റെ ഡെവലപ്മെൻറ്റിനെ സപ്രസ് ചെയ്യും. അങ്ങനെയാണ് ഫീമെയിൽ സ്റ്റെറൈലായിട്ട് മാറുന്നത്. അപ്പം ഫ്രീ മാർട്ടിൻ എന്ന് പറയുന്നത് എപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്? അതായത് ഇരട്ട കുട്ടികളുണ്ടാകും. അതായത് ഈ കാറ്റിൽസിന് ഇരട്ട കുട്ടികൾ ഉണ്ടാകുമ്പോഴാണ് ഫ്രീ മാർട്ടിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ഒന്ന് മെയിലായിരിക്കും, ഒന്ന് ഫീമെയിലായിരിക്കും. അതിൽ ഫീമെയിൽ സ്റ്റെറൈലായിരിക്കും, മെയിൽ ഫെർട്ടൈലായിരിക്കും. അപ്പോൾ ഇത് ഫ്രീ മാർട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഈ മെയിൽ എംബ്രിയവും ഫീമെയിൽ എംബ്രിയവും തമ്മിൽ എന്ത് വേണം? ഒരു വാസ്കുലർ കണക്ഷൻ വേണം. അതായത് അവർ തമ്മിൽ ബ്ലഡ് വെസൽസ് വെച്ച് കണക്ട് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഈ മെയിൽ എംബ്രിയോ എന്ത് ചെയ്യും? മെയിൽ കാഫിൻ്റെ എംബ്രിയോ എന്ത് ചെയ്യും? ഫീമെയിൽ സപ്രസിങ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ആ വാസ്കുലർ സിസ്റ്റത്തിലൂടെ ഫീമെയിൽ എംബ്രിയോയിലെത്തും. അതെന്ത് ചെയ്യും? ഫീമെയിലുള്ള ഓവറിൻ്റെ ഡെവലപ്മെൻറ്റിനെ അത് പ്രിവെൻറ്റ് ചെയ്യും. അങ്ങനെയാണ് ഫീമെയിൽ സ്റ്റെറൈലും മെയിലും ഫെർട്ടൈലായിട്ട് മാറുന്നത്. അപ്പോൾ താങ്ക് യു. ഇതാണ് ഹോർമോണൽ ഡിറ്റർമിനേഷൻ ഓഫ് സെക്സ് എന്ന് പറയുന്നത്.